गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुर्साक्षात् परं ब्रह्मा तस्मै श्री गुरवे नमः। अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्री गुरवे नमः। അണകവിയും അഴലാഴിയാഴുമെന്നിൽ പ്രണയമുദയിച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികരമേകി അണഞ്ഞിടുന്ന നാരായണ ഗുരുനായകനിന്റെ ദൈവമല്ലോ. ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിസ്മയമായി തുടരുന്ന പണ്ഡിത പാമര ബാലവൃദ്ധ ഭേദമന്യേ ഈ ലോകത്തിന് മുഴുവൻ അനുരൂപനായി നിൽക്കുന്ന യതികളിൽ യതിയായ നാരായണ നാമധേയനായ പരബ്രഹ്മം ശരീരഭാവം സ്വീകരിച്ചവനായ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അനന്തകോടി പ്രണാമം. ഗുരുദർശനത്തിൻ്റെ അനന്തതയിലേക്ക് കൈപിടിച്ചുയർത്തിയ ആചാര്യ പരമ്പരയ്ക്ക് ഒന്നാകെ വന്ന് SNDP യോഗം ശാഖ നമ്പർ 26 മറിയപ്പള്ളി ശാഖ. ഏത് വേദിയിൽ ചെന്ന് നിന്നാലും അത്യധികം അഭിമാനത്തോടെ സന്തോഷത്തോടെ പറയുവാൻ ആഗ്രഹിക്കുന്ന ശാഖ. യഥാർത്ഥത്തിൽ ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായി ഒരു വേദിയിൽ ചെന്ന് നിന്ന് സംസാരിക്കുമ്പോൾ ഇത്രയും വലിയൊരു ആൾക്കൂട്ടത്തെ അഭിമുഖീകരിച്ച് സംസാരിക്കുവാനുള്ള ഒരു ശേഷി അന്ന് എനിക്കില്ലായിരുന്നു. ഞാൻ ആദ്യമായി ഈ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ പോലും, ഈ ശാഖായോഗത്തിൽ കടന്നു വരുമ്പോൾ പോലും അത്തരത്തിലുള്ളൊരു ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. പിന്നീട് ആ 3ാം ക്ലാസ്സുകാരി 10 വർഷങ്ങൾക്കിപ്പുറം നിന്ന് ചിന്തിക്കുമ്പോൾ ഏതൊരു വലിയ വേദിയെയും അഭിമുഖീകരിച്ച് ശ്രീനാരായണ ധർമ്മത്തിൽ അധിഷ്ഠിതമായി, ശ്രീനാരായണ ഗുരുദേവ ദർശനത്തിൽ അധിഷ്ഠിതമായി സംസാരിക്കുവാൻ ആ 3ാം ക്ലാസ്സുകാരിക്ക് ധൈര്യം പകർന്നു തന്നത് തീർച്ചയായും 26ാം നമ്പർ മറിയപ്പള്ളി ശാഖ തന്നെയാണ്. അത് ഞാൻ ഏത് വേദിയിൽ ചെന്ന് നിന്നാലും അഭിമാനത്തോടു കൂടി പറയുന്നൊരു കാര്യമാണ്. അന്ന് ഞാൻ ഇവിടുത്തെ രവിവാര പാഠശാലയിൽ വരുമ്പോൾ അവിടെ എന്നെ പഠിപ്പിച്ച എൻ്റെ അധ്യാപകർ ഇവിടെ ഇരിപ്പുണ്ട്. സജയകൃഷ്ണൻ സാറും ടീച്ചറും എന്നിവിടെ ഇരിപ്പുണ്ട്. അന്ന് എൻ്റെ ഒപ്പം പഠിച്ച കുട്ടികൾ എന്നിവിടെ ഇരിപ്പുണ്ട്. ഒരുപാട് സന്തോഷം ഈ വേദിയിലേക്ക് തിരികെ എത്തുവാൻ സാധിച്ചത്. അന്ന് ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു പേരുണ്ട്. ആ ചേട്ടൻ്റെ പേര് കണ്ണൻ ചേട്ടൻ. ചേട്ടനുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആ ചേട്ടൻ്റെ പേര് കണ്ണൻ ചേട്ടനായിരുന്നു. ഞങ്ങളെ കോട്ടയം യൂണിയൻ്റെ കീഴിൽ സർഗോത്സവം എന്ന ഒരു പ്രോഗ്രാം നടന്നപ്പോൾ ഞങ്ങളെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ച്, ഏറ്റവും നന്നായി അവിടെ പങ്കെടുത്ത്, ഏറ്റവും വിദ്യാർത്ഥികൾ പങ്കെടുത്ത ശാഖയ്ക്കുള്ള സമ്മാനം മറിയപ്പള്ളി 26ാം നമ്പർ ശാഖായോഗത്തിന് സമ്മാനിക്കുവാനുള്ള ഏറ്റവും വലിയ കാരണക്കാരനായിരുന്നു അദ്ദേഹം. അന്ന് ഇവിടുത്തെ യൂത്ത് മൂവ്മെന്റിന്റെ സെക്രട്ടറി പ്രസിഡന്റ് അങ്ങനെ എന്തോ ഒരു സ്ഥാനമായിരുന്നു വഹിച്ചിരുന്നത്. പിന്നീട് വർഷങ്ങൾക്കിപ്പുറം നിന്ന് ഈ 2 വിഷ്ണു ചേട്ടന്മാരെയും കാണുമ്പോൾ ഞാൻ അവരിലൂടെ തീർച്ചയായും കാണുന്നത് എൻ്റെ കണ്ണൻ ചേട്ടനെ തന്നെയാണ്. ഒരു പ്രാവശ്യം കണ്ണൻ ചേട്ടനെ ഞാൻ കണ്ടപ്പോൾ ചിരിച്ചു കാണിച്ചു. പക്ഷെ കണ്ണൻ ചേട്ടൻ എന്നെ മനസ്സിലായില്ല. പക്ഷെ എനിക്ക് മനസ്സിലായി ഇതാ കണ്ണൻ ചേട്ടനാണ് എന്ന്. ഇപ്പോൾ വിഷ്ണു സുഭാഷ് ചേട്ടനാണെങ്കിലും വിഷ്ണു ബാലൻ ചേട്ടനാണെങ്കിലും ശരിയല്ലേ, അവർ രണ്ടുപേരാണെങ്കിലും ഇന്ന് ഈ സദായോഗത്തിന്റെ യൂത്ത് മൂവ്മെന്റിന്റെ
വളരെ മികച്ച രീതിയിൽ തന്നെയാണ് മുൻപോട്ട് നയിക്കുന്നത്. അതോടൊപ്പം ഇങ്ങനെ പറഞ്ഞു പോകുന്നത് തീരാത്ത അത്ര കടപ്പാടുള്ളത് കൊണ്ടാണ്. അതോടൊപ്പം എനിക്ക് എടുത്ത് പറയേണ്ടുന്ന 3 അംഗങ്ങളാണ് സൈൻജു അങ്കിളും അനിയച്ചനച്ഛനും, അതുപോലെ തന്നെ ഇന്ന് ഇവിടെ സ്വാഗതം ആശംസിച്ച ഷാജൻ അങ്കിളുമെല്ലാം. ഞാൻ എങ്ങനെയാണ് ഇന്ന് ഇങ്ങനെ സംസാരിക്കുവാൻ പ്രാപ്തയായത് എന്ന് എന്നെ അടുത്ത് നിന്ന് എൻ്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് കണ്ട 3 വ്യക്തിത്വങ്ങളാണ് അവർ. ഇപ്പം ഞാനിവിടെ വന്നിരുന്നപ്പോൾ വിഷ്ണുചേട്ടനോട് പറയുകയായിരുന്നു, ഇതുവരെ സംസാരിച്ച ഒരു വേദിയിലും എനിക്ക് തോന്നിയിട്ടില്ലാത്ത ഒരു ഭയം ഇന്ന് എനിക്കുള്ളിലുണ്ട്. കാരണം ഞാൻ സംസാരിക്കുന്നത് 20 വർഷങ്ങളായി ശ്രീനാരായണ ധർമ്മത്തെക്കുറിച്ചും ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചും പ്രഗത്ഭരായ പ്രഭാഷകർ വന്ന് സംസാരിച്ച ഒരു വേദിയിൽ നിന്നാണ്. അതുകൊണ്ട് ഇന്നിവിടെ കൂടിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്കൊന്നു മാത്രമേ പറയുവാനുള്ളൂ. ഇനിയുള്ള ഒരു 1-1.5 മണിക്കൂർ നേരത്തോളം നിങ്ങൾ എത്ര വലിയവരാണെങ്കിലും എത്ര ചെറിയവരാണെങ്കിലും കേവലം ഗുരുദർശനത്തിലേക്ക് കാലെടുത്ത് വെച്ച ഒരു കൊച്ചുകുട്ടി ചിന്തിക്കുന്ന വിവേകത്തോടുകൂടി ചിന്തിക്കുവാൻ ശ്രമിക്കുക. ഒരു പണ്ഡിതൻ ചിന്തിക്കുന്ന രീതിയിൽ ചിന്തിച്ചാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം ഉൾക്കൊള്ളുവാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. അതോടൊപ്പം എനിക്ക് വളരെയേറെ സന്തോഷത്തോടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ കഴിഞ്ഞ 2024 കുമാരനാശാന്റെ അനുസ്മരണത്തോടനുബന്ധിച്ച് നമ്മുടെ SNDP യോഗത്തിന്റെ വനിതാ സംഘത്തിന്റെ ഭാഗമായി കോട്ടയത്ത്, അതായത് ആ സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, അവിടെ വെച്ച് പാലായിൽ ഒരു സ്ഥലത്ത് വെച്ച് കുമാരനാശാൻ അനുസ്മരണം നടത്തുകയുണ്ടായി. അപ്പോൾ ഓരോ പ്രോഗ്രാമിനും പങ്കെടുക്കാൻ ഒരു കുട്ടിയെ വീതമേ കൊണ്ടുപോവുകയുള്ളൂ. അപ്പോൾ കഴിഞ്ഞ വർഷം മാമ്പഴക്കൂട്ടത്തിന്റെ അവസാന ദിവസം അവിടുത്തെ വനിതാ സംഘത്തിന്റെ ആൻറ്റിമാർ എന്നോട് പറഞ്ഞു, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് ഞങ്ങൾ പ്രസംഗത്തിന് വിടാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഉത്രജയാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരി പോകാം. അങ്ങനെ ആശാന്റെ യോഗ നേതൃത്വവും കവിത്വവും എന്ന വിഷയം നൽകി. പിന്നീട് കുറേ നാളുകൾ അതിനെക്കുറിച്ച് പഠിച്ച് അവിടെ ചെന്ന് അവതരിപ്പിച്ചു. അന്ന് ആ വേദിയിൽ വെച്ച് എനിക്ക് 2ാം സ്ഥാനമായിരുന്നു കിട്ടിയിരുന്നത്. മറ്റ് ഹൈറേഞ്ച് ശാഖയിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിക്ക് 1ാം സ്ഥാനം കിട്ടി. എനിക്ക് അന്ന് അവിടെ 2ാം സ്ഥാനം കിട്ടി. പിന്നീട് സ്റ്റേറ്റ് ലെവലിലേക്ക് പോകുന്നത് 1ഉം 2ഉം സ്ഥാനക്കാരായ കുട്ടികളാണ്. അങ്ങനെ ഈ സ്റ്റേറ്റ് ലെവൽ സംസ്ഥാനതല മത്സരം നമ്മുടെ വൈക്കത്ത് വെച്ച് നടന്നപ്പോൾ അവിടെ ഭഗവാന്റെ അനുഗ്രഹത്താൽ എനിക്ക് 1ാം സ്ഥാനം ലഭിച്ചു. അങ്ങനെ അപ്പോൾ അവിടുത്തെ സുഷമ്മ എന്ന് പറയുന്ന ആൻറ്റി മെസ്സേജിൽ ചോദിച്ചു, മോളുടെ ഡീറ്റെയിൽസ് ഒന്ന് തരണം, മോള് പേരും അച്ഛൻ്റെ പേരും ഒക്കെ തരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പേരും അച്ഛൻ്റെ പേരും അമ്മയുടെ പേരും അതോടൊപ്പം ശാഖയുടെ പേരും കൂടി ചേർത്ത് അയച്ചു കൊടുത്തു. എനിക്ക് ഏറെ സന്തോഷമുണ്ട്. അവരെൻ്റെ പേര് അല്ലെങ്കിൽ ഫോട്ടോ പത്രത്തിൽ കൊടുത്തപ്പോൾ 26 നമ്പർ മറിയപ്പള്ളി ശാഖയിലെ അംഗമാണ് എന്ന് അതോടൊപ്പം കൂട്ടിച്ചേർത്തു. അപ്പോൾ അന്ന് ഇവിടെ വന്നപ്പോൾ എന്നോട് ബീന ആൻറ്റിയും അതുപോലെ തന്നെ പ്രിയാദേവി അശ്വതി അവர்களுം ഒക്കെ അതിൻ്റെ സന്തോഷം പങ്കിട്ടപ്പോൾ യഥാർത്ഥത്തിൽ ഒരുപാട് സന്തോഷം ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നി. കാരണം ഒരു കൊച്ചുകുട്ടിക്ക് നേടിയെടുക്കാവുന്ന അത്രയേറെ ആ ഒരു സന്തോഷത്തിൻ്റെ അറ്റ് പീക്ക് എന്ന് പറയാം, അവിടെ ആയിരുന്നു ഞാൻ ആ സമയത്ത് നിന്നിരുന്നത്. എന്നിരുന്നാലും ഇന്ന് പ്രഗത്ഭരായ പ്രഭാഷകർ ഈ 20ാമത്തെ ദർശന സംഗമത്തിൽ പങ്കെടുക്കുമ്പോഴും ഈ എളിയ ഗുരുഭക്തയെ ഇവിടുത്തെ ഗുരുഭക്തർ മറന്നില്ല എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ആ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് ഇവിടെ നമുക്ക് പ്രഭാഷണ വിഷയമായി സ്വീകരിച്ചിരിക്കുന്നത് ഗുരുമഹിമ എന്നാണ്. തീർച്ചയായും ശാസനങ്ങൾ പറഞ്ഞതുപോലെ ഒരാഴ്ചയോളം നിന്ന് പ്രസംഗിച്ചാലും തീരാത്തത്ര മഹിമയുള്ള ഒരു ശ്രീനാരായണ ഗുരുദേവനാണ്. ഒരു കോടി ദിവാകരൊത്തുയർന്ന പ്രഭയോടു കൂടിയ ഒരു ഈശ്വരനാണ് നമുക്കുണ്ടായിട്ടുള്ളത്. പക്ഷേ ഇന്നും ശ്രീനാരായണ ഗുരുദേവൻ ദൈവമാണോ എന്ന് ചോദിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. ഒരിക്കലൊരു വേദിയിൽ ചെന്നപ്പോൾ ഒരു 10ാം ക്ലാസ്സുകാരൻ സംസാരിച്ചതിന് ശേഷം എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ചേച്ചി മരിച്ചുപോയ ഗുരുദേവൻ എന്ത് തരാനാണ് എന്ന്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇന്ന് വിദ്യാർത്ഥികളെ CBSEയിലും ICSEയിലും സ്റ്റേറ്റ് സിലബസിലും ഒക്കെ വിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് അവരുടെ ജീവിതത്തിൽ വേണ്ടത് എന്ന്, എന്താണ് യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് തിരിച്ചറിഞ്ഞ് നാം ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നില്ല.
തീർച്ചയായും എൻ്റെ ആചാര്യൻ എന്ന് പറയുന്നത് KM ബാലാജി സാറാണ്. സാറിനോട് ചെന്ന കേരളത്തിലെ അല്ലെങ്കിൽ നമുക്കടുത്തുള്ള ഏറ്റവും നല്ല രവിവാര പാഠശാല ക്ലാസ് എവിടെയാണ് എന്ന് ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചോദിച്ചപ്പോൾ സാർ ആദ്യം പറഞ്ഞ പേര് 26 നമ്പർ മറിയപ്പള്ളി ശാഖയുടേതായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ മാതാപിതാക്കൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ ശാഖയിലേക്ക് അയച്ച് അവർക്ക് ഗുരുദർശനം പഠിപ്പിച്ചു കൊടുക്കുവാൻ വിമുഖത കാണിക്കുമ്പോൾ നാം തിരിച്ചറിയണം, നാം ഈ സമൂഹത്തെ ഏത് രീതിയിലാണ് വളർത്തുന്നത് എന്ന്. ഇന്ന് നമുക്കറിയാം, അച്ഛനെയും അമ്മയെയും ഒരു ദാക്ഷിണ്യവും കൂടാതെ കൊന്നു കളയുവാൻ ധൈര്യമുള്ള വിദ്യാർത്ഥികളാണ് നമുക്കിടയിലുള്ളത്. സ്വന്തം സുഹൃത്തിനെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ തല്ലി ചതയ്ക്കുവാൻ ധൈര്യമുള്ളവരാണ് നമ്മുടെ കുട്ടികൾ. പക്ഷേ ഇതിനൊക്കെ മുമ്പ് അച്ഛനെയും അമ്മയെയും ദൈവമായി സങ്കല്പിച്ച് അവരെ തൊഴുതിരുന്ന ഒരു സമൂഹം ഇവിടെ ജീവിച്ചിരുന്നു. നാളെ അതൊക്കെ വെറും ഐതിഹ്യങ്ങളായി മാറാം. നാം ഭയക്കുന്ന രീതിയിലുള്ള മതത്തിനടിമപ്പെട്ട, ജാതിക്കടിമപ്പെട്ട ഒരു സമൂഹം ഇവിടെ വളർന്നു വരുവാൻ നാം സമ്മതിക്കരുത്. മറിച്ച് ഗുരു പറഞ്ഞതുപോലെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് നാം നമ്മുടെ വിദ്യാർത്ഥികളെ പറഞ്ഞു പഠിപ്പിക്കണം. പക്ഷെ ഇന്ന് നാം യഥാർത്ഥത്തിലുള്ള വിദ്യാഭ്യാസമാണോ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ആ ചിന്തിക്കുന്നിടത്ത് നിന്നാണ് നാളെയുടെ മാറ്റം ആരംഭിക്കുവാൻ പോകുന്നത്. ഗുരുവിന്റെ മതവീക്ഷണത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായും നമുക്ക് പറയുവാൻ സാധിക്കും, കഴിഞ്ഞ കാലഘട്ടത്തിൽ പല പല ആചാര്യന്മാർ ഈ ലോകമംഗളത്തിനു വേണ്ടി നൽകിയ ഒരുപാട് ഉപദേശങ്ങളുണ്ട്. ഇവ ഒരുപാട് മതപ്രചാരകരിലൂടെയും മതഭക്തന്മാരിലൂടെയും മതപുരോഹിതന്മാരിലൂടെയും കടന്നുപോയ സമയത്ത് അവയ്ക്ക് രൂപവ്യത്യാസവും ഭാവവ്യത്യാസവും സംഭവിച്ചു. അങ്ങനെ ഈ കേരളക്കര വീണ്ടും ശാന്തിക്ക് വേണ്ടി കേണു പ്രാർത്ഥിക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ കേരളം നീങ്ങി. പണ്ട് വിവേകാനന്ദ സ്വാമി ഭ്രാന്താലയം എന്ന് വിളിച്ച കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കി മാറ്റുവാൻ 1855 ദൈവം തന്നെ തിരുപ്പിറവി എടുക്കേണ്ടി വന്ന കാര്യം നമുക്കറിയാം. ഭഗവാൻ മരുത്വാമലയിൽ നിന്നും താഴേക്ക് നോക്കിയപ്പോൾ കണ്ട ആ വസ്തുതയെ, ആ അസഹനീയമായ കാഴ്ചയെ സ്വാമി സുബ്രഹ്മണ്യ കീർത്തനത്തിൽ നമുക്കായി വിവരിച്ചു തന്നു. സ്പഷ്ടം നിലാവങ്ങു നീങ്ങി ദിനകരനുദയം ചെയ്തു, ചന്ദ്രൻ മറഞ്ഞു തട്ടി തട്ടി പെരുക്കി പെരുവെളി അതിലാക്കിയിടുവാൻ പിന്നയാട്ടെ. കഷ്ടം ദീനം പിടിച്ചും മതിരയതു കുടിച്ചും കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ടോത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിരിപ്പോൾ. ഗുരു അവിടെ പറയുകയാണ്, താഴെയുള്ള ഈ ഭൂമിയിൽ വസിക്കുന്ന എൻ്റെ സഹോദരർ അവരുടെ ഉള്ളിലുള്ള ആ സത്യത്തെ തിരിച്ചറിയുവാൻ സാധിക്കാതെ, എന്താണ് അവരുടെ ഉള്ളിലുള്ള ആത്മചൈതന്യം എന്ന് തിരിച്ചറിയാതെ മദ്യം കുടിച്ചോ രോഗം ബാധിച്ചോ അജ്ഞതയിൽ ആണ്ട് കിടക്കുകയാണ്. അപ്പോഴാണ് സമാജസ്തുതി എന്ന ഗുരുസ്തവത്തിലൂടെ കുമാര മഹാകവി പാടിയത്, ആരായുകിലന്ധത്വമൊഴിച്ചാതിമഹസിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. ആരാധ്യനതോർത്തിടുക ഞങ്ങൾക്കവിടുന്ന നാരായണമൂർത്തേ, ഗുരുനാരായണമൂർത്തേ. അന്വേഷിച്ചെത്തുന്നവരുടെ അറിവില്ലായ്മയാകുന്ന അന്ധകാരത്തെ ഇല്ലാതെയാക്കി തൻ്റെ ഉള്ളിലുള്ള ആത്മസത്യത്തെ തിരിച്ചറിയിച്ചു തരുന്ന സ്വാമി അങ്ങ് തന്നെയാണ് പരമമായ ദൈവമെന്ന് കുമാര മഹാകവി പാടുമ്പോൾ നാം ചിന്തിക്കണം. ഇന്ന് ഗുരു മനുഷ്യനാണ് എന്ന് പ്രസ്താവിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ശ്രീനാരായണ ഗുരുദേവനല്ലാതെ മറ്റാരെയാണ് ദൈവം എന്ന് വിളിക്കേണ്ടത് എന്ന് നാം ചിന്തിക്കണം. നമുക്കറിയാം, യൂട്യൂബിൽ ഗുരുപദം TV എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഞാനൊരു സ്ഥലത്ത് പ്രഭാഷണത്തിന് പോയപ്പോൾ ഞാനൊരു കഥ എൻ്റെ ഗ്രഹപ്പിഴയ്ക്ക് ഞാനൊന്ന് പറഞ്ഞു പോയി. പിന്നെ ഇതിപ്പോഴും ഞാൻ ഇറങ്ങിയിട്ടില്ല, ഇപ്പോഴും ഞാൻ എയറിൽ നിൽക്കുക. അതിൽ കമൻറ്റ് വരുന്നതിൽ 99.9% ആളുകളും പറയുന്നത് അങ്ങനെ ഒരു കഥ സംഭവിച്ചിട്ടില്ല എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുദേവ സ്മരണകൾ എന്ന പ്രിയദർശൻ സാറിൻ്റെ ഒരു പുസ്തകത്തിൽ അങ്ങനെ ഒരു കഥയുണ്ട്. ആ കഥ ഇപ്രകാരമാണ്.
ഒരു മുസ്ലിം സിദ്ധൻ ഒരിക്കൽ ഗുരുവിനെ കാണുവാനായി വരികയാണ്. അപ്പോൾ അദ്ദേഹം ഗുരുവിനോട് വാദിച്ച് ജയിക്കണം എന്ന ചിന്തയോട് കൂടിയാണ് ഗുരുവിന്റെ അടുത്തേക്ക് വരുന്നത്. അദ്ദേഹം ഗുരുവിനോട് ചോദിച്ചു, ജലമുള്ളിടത്തെല്ലാം മത്സ്യം കാണുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഗുരു പറഞ്ഞു, കാണണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അടുത്ത ചോദ്യം ചോദിച്ചു. അദ്ദേഹം ചോദിച്ചു, ഈ കാണുന്ന തെങ്ങിൽ കരിക്കുണ്ട്, ആ കരിക്കിൽ വെള്ളമുണ്ട്, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ മത്സ്യം കാണുമോ എന്ന് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞു, നോക്കിക്കളയാമെന്ന് പറഞ്ഞ് അടുത്തുണ്ടായിരുന്ന ശിഷ്യനോട് പറഞ്ഞ് ആ കരിക്ക് താഴെ ഇട്ടു. അത് മുറിച്ച് അതിൻ്റെ ഉള്ളിൽ നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ 2 മാനത്ത് കണ്ണുകൾ എന്ന് പറയുന്ന കുഞ്ഞു മത്സ്യമുണ്ട്. ഈ മത്സ്യത്തിൻ്റെ 2 കുഞ്ഞുങ്ങൾ ഓടിക്കളിക്കുകയാണ്. അങ്ങനെ ഇത് കണ്ടപ്പോൾ ഈ മുസ്ലിം സിദ്ധന് മനസ്സിലായി താൻ ജയിച്ചില്ല. അങ്ങനെ അടുത്ത നമ്പർ ഇറക്കുകയാണ്. എനിക്കൊരു വലിയ സിദ്ധിയുണ്ട്, അദ്ദേഹം ഗുരുവിനോട് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ ഒരു മുറിയിൽ പൂട്ടിയിട്ടാൽ ആ മുറിയുടെ പൂട്ടു തുറക്കാതെ തന്നെ എനിക്ക് വെളിയിൽ വരുവാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, നോക്കിക്കളയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഗുരുവിനെയും ഇദ്ദേഹത്തെയും 2 മുറികളിലായി പൂട്ടിയിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ശിഷ്യര് കാണുന്നത് ഗുരു അതുവഴി ഇതുവഴിയൊക്കെ ഒരു കൊച്ചുകുട്ടി നടക്കുന്നത് പോലെ ഓടിക്കളിച്ച് നടക്കുകയാണ്. പക്ഷേ ഈ മുസ്ലിം സിദ്ധനെ കുറേ സമയമായിട്ടും കാണുന്നില്ല. അങ്ങനെ ആളുകൾ ചെന്ന് ഈ വാതിൽ തുറന്നു നോക്കുമ്പോൾ അദ്ദേഹം വന്ന് ഗുരുവിനെ പ്രണമിച്ചുകൊണ്ട് അവിടെ കൂടി നിന്ന ആളുകളോട് പറഞ്ഞു, നിങ്ങൾ എന്നെ ഈ മുറിയിൽ കയറ്റി പൂട്ടിയിട്ട സമയത്ത് എവിടെ നിന്നോ ഒരു വലിയ പക്ഷി പറന്നു വന്ന് എൻ്റെ മുന്നിൽ വന്നു നിന്നിട്ട് എന്നെ രൂക്ഷമായി തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അതിൻ്റെ ആ നോട്ടത്തിൽ എനിക്ക് എൻ്റെ എല്ലാ സിദ്ധികളും നഷ്ടപ്പെടുന്നതായി തോന്നി, എനിക്ക് എൻ്റെ എല്ലാ കഴിവുകളും അന്യമാകുന്നതായി തോന്നി. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യുവാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തിരികെ പോയി. അപ്പോൾ തന്നോട് വിശ്വാസമില്ലാത്തവരെ പോലും, നമുക്കറിയാം ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നിരീശ്വരവാദിയായിരുന്നു സഹോദരൻ അയ്യപ്പൻ. അയ്യപ്പൻ സമാധിഗാനം എന്ന ഒറ്റകൃതിയിലെ 4ാമത്തെ വരിയിലൂടെ പറഞ്ഞു തന്നു അയ്യപ്പന്റെ ദൈവമാരാണെന്ന്. ജരാരുജാമൃതി ഭയമേടാശുത യശോ നിർവാണത്തെ അടഞ്ഞ സദ്ഗുരു ജയ നാരായണ ഗുരു സ്വാമി ദേവ ജയ ഭഗവാനേ ജയ ജഗദ്ഗുരു. ഗുരുവിനെ ജയ ഭഗവാനെ എന്നാണ് അയ്യപ്പൻ അവിടെ വിളിക്കുന്നത്. ഒരിക്കൽ EMS നമ്പൂതിരിപ്പാട് ഒരു വേദിയിൽ സംസാരിക്കുമ്പോൾ അവിടെ ആയിരക്കണക്കിനിരുന്ന സദസ്യര് ഒരു വന്ധ്യവയോധികനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അന്ന് ആ വേദിയിൽ ഡോക്ടർ സക്കീർ ഹുസൈൻ ഉണ്ട്, അങ്ങ് ദയവ് ചെയ്ത ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് വേദിയിൽ വന്നിരിക്കണം, എങ്കിൽ മാത്രമേ എനിക്ക് പ്രസംഗിക്കുവാൻ കഴിയൂ. കാരണം ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് കാറൽ മാക്സിനെയും ലെനിനെയും ഒക്കെ കുറിച്ച് വായിച്ചറിഞ്ഞത് അങ്ങയുടെ ലേഖനങ്ങളിലൂടെയാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ കൂടിയിരുന്ന ആയിരക്കണക്കിന് സദസ്യരുടെ കരഘോഷത്തോടു കൂടി ആ വന്ധ്യവയോധികൻ വേദിയിലേക്ക് അനയിക്കപ്പെട്ടു. അത് മറ്റാരുമല്ലായിരുന്നു, ശ്രീനാരായണ ഗുരുദേവന്റെ വിപ്ലവ സൂര്യനായ സഹോദരൻ കെ അയ്യപ്പനായിരുന്നു. ഏതൊരു ഗുരുവിന്റെ കാൽപാദങ്ങളിലെ പൊടിയുടെ ആ ഒരു അംശം ഞങ്ങൾക്ക് നല്ലതിനായി വന്നു ഭവിച്ചുവോ, അങ്ങനെയുള്ള നാരായണ നാമധേയനായ യതികളിൽ ശ്രേഷ്ഠനായ പരബ്രഹ്മസ്വരൂപനായ സ്വാമികൾക്ക് നമസ്കാരമെന്ന് ഗുരുശതകത്തിലെ അവസാന പദ്യത്തിൽ ശിവലിംഗദാസസ്വാമി പാടുമ്പോൾ നാം തിരിച്ചറിയണം എത്ര വലിയ പ്രഭാവമായിരുന്നു നമ്മുടെ ഗുരുവിനുണ്ടായിരുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ 70ഓളം വരുന്ന കൃതികൾ നമുക്കായി രചിച്ചു തന്നു. ഗുരുവിൻ്റെതായി നമുക്കിന്ന് ലഭ്യമായിട്ടുള്ള ആദ്യത്തെ കൃതി എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ദർശനമാണ്. പക്ഷേ ഗുരു ആദ്യമായി രചിച്ചത് എന്ന് കരുതപ്പെടുന്നത് ഗജേന്ദ്രമോക്ഷ മജ്ജിപ്പാട്ടാണ്. പക്ഷെ നമുക്കിന്ന് ലഭ്യമായിട്ടുള്ളത് ശാർദൂല വിക്രീഡിതം എന്ന വൃത്തത്തിൽ ഗുരു രചിച്ചിരിക്കുന്ന ഒരു പദ്യം മാത്രം വരുന്ന, നമുക്കറിയാം, ഭൂയോ വൃത്തിന് വൃത്തിയായി ഭുവനവും സത്തിൽ തിരോഭൂതമായി പീയൂഷധ്വനിലീനമായി ചുഴലവും ശോഭിച്ചു ദീപപ്രഭ മായാമൂടുപടം തുറന്നു മണിരംഗത്തിൽ പ്രകാശിക്കും അക്കായാവിൻ മലർമേനി കൗസ്തുഭമണി ഗ്രീവന്റെ ദിവ്യോത്സവം
ഇതാണ് ശ്രീകൃഷ്ണ ദർശനം എന്ന കൃതി. പണ്ട് കുട്ടിയായിരുന്ന നാണു എന്തിൻ്റെയോ പുറകെ കൈ നീട്ടിപ്പിടിച്ചോടിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന കുളത്തിലേക്ക് എടുത്തു ചാടി. അങ്ങനെ നാണുവിനെ കരക്കെടുത്തിട്ടിട്ട് നീ എന്താണ് നാണു കണ്ടത് എന്ന് ചോദിച്ചപ്പോ കുട്ടിയായ നാരായണൻ സംസ്കൃതത്തിൽ പറഞ്ഞു കൊടുത്ത കൃതിയാണ് ശ്രീകൃഷ്ണ ദർശനം എന്നത്. ഇങ്ങനെ നമുക്ക് വേണ്ടി എത്രയോ കൃതികൾ സ്വാമി രചിച്ചു തന്നു. എന്നിട്ടും ഇന്നും പാരമ്പര്യമായ പ്രാർത്ഥനാ സമ്പ്രദായമാണ് നാം പിന്തുടർന്നു കൊണ്ടിരിക്കുന്നത്. നാം എന്നും ചൊല്ലും, നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ നരകത്തിൽ നിന്നും കരകേറ്റിയിടണേ തിരുവൈക്കം വാഴും ശിവശംഭോ. എന്നാൽ ഒന്ന് ചിന്തിച്ചാൽ അവരെ ഒന്ന് മാറ്റിപ്പാടാൻ തോന്നും. എന്നിരുന്നാലും ഈ ശാഖയിലെ അംഗങ്ങൾ ആരും അങ്ങനെ ചൊല്ലുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ചൊല്ലുമെന്ന് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഗുരുവ് 70-ൽ പരം വരുന്ന കൃതികളിൽ ഒരു കൃതി മാത്രമാണ് സംസ്കൃത വൃത്തമല്ലാതെ ദ്രാവിഡ വൃത്തത്തിൽ എഴുതിയത്. അത് നമുക്കറിയാം, കുണ്ഡലിനി പാട്ടാണ്. ആടുപാമ്പേ പുനം തേടുപാമ്പേ അരുളാനന്ദ കൂത്തു കണ്ടാടുപാമ്പേ തിങ്കളും കൊന്നയും ചൂടും ഈശൻ പദ പങ്കജം ചേർന്നു നിന്നാടുപാമ്പേ. ഇങ്ങനെ തുടങ്ങുന്ന കുണ്ഡലിനി പാട്ട് മാത്രമാണ് ഒരു ദ്രാവിഡ വൃത്തമായ മഞ്ജരിയിൽ എഴുതിയിരിക്കുന്നത്. ഉറക്കുപാട്ടിന്റെ ശീലാണ് ഈ കൃതിക്കുള്ളത്, മഞ്ജരിക്കുള്ളത്, ഈ വൃത്തത്തിനുള്ളത്. അതുകൊണ്ടായിരിക്കാം നമ്മുടെ ആത്മാവുമായുള്ള നിത്യ സുഷുപ്തിയാണ് ആ കൃതിയിൽ വിവരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഗുരു മഞ്ജരി എന്ന വൃത്തം, ഉറക്കുപാട്ടിന്റെ ശീലുള്ള ആ വൃത്തം അവിടെ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. മണ്ണന്തല ദേവീസ്തവം എന്ന് പറയുന്ന ഒരു കൃതി ഗുരു രചിച്ചു. അതിൽക്കൊരു 5 വൃത്തങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ പദ്യത്തിൽ ഗുരു ഉപയോഗിച്ചിരിക്കുന്ന വൃത്തം കണ്ടുപിടിച്ചിട്ടില്ല എന്നൊരു വിഭാഗം പറയുമ്പോൾ ഡോക്ടർ ടി ഭാസ്കരൻ സാറ് പറയുന്നത് ആ വൃത്തം മയൂര ലളിതം എന്നാണ്. അവിടെ അമ്മയുടെ രൂപം ഗുരു വർണ്ണിക്കുന്നുണ്ട്. മണിക്കുടവിടുത്തിമല തൂവി മണമെല്ലാം ക്രിയ കഴിച്ചു ഘൃണിയാക്കി ഗുണിച്ചവകളൊക്കെയും ഒഴിഞ്ഞു ഗുണിയും പോയി ഗുണക്കട കടന്നു വരുവാനരുകതായേ. പിന്നീട് അടുത്ത പദ്യത്തിലേക്ക് വരുമ്പോൾ ആ വൃത്തം അവിടെ മാറുകയാണ്. തിങ്കളും ത്രിദിശഗംഗയും തിരുമുടിക്കണിഞ്ഞു തെളിയുന്ന നൽ തിങ്കമുഖി ദിഗംബരന്റെ തിരുമേ പകുത്ത ശിവമേനിയെ നിൻകഴൽ കമലമെൻ കരുത്തിൽ നിലനിർത്തി നിത്യവും അഹന്തവന്നങ്കുരിച്ചറിവഴിഞ്ഞു പോയി വിഫലമായി വരാതരുളുകമ്പികേ. ഇങ്ങനെ വ്യത്യസ്തമായ 5 വൃത്തങ്ങൾ ഉപയോഗിച്ച ഭഗവാൻ രചിച്ചൊരു കൃതിയാണ് മണ്ണന്തല ദേവീസ്തവം എന്നത്. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ അനവധിയായ സംസ്കൃത വൃത്തങ്ങൾ ഗുരു പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം പഠിക്കുവാൻ ശ്രമിക്കുന്ന, വായിക്കുന്ന ഒരു പഠിതാവിന്റെ മനസ്സിലേക്ക് ഇതൊക്കെ എന്ത് പേരാണ് എന്നൊരു ചിന്ത ഉടലെടുക്കും. ഭുജംഗപ്രയാതം, ശ്രദ്ധരാജ്, ശാർദൂല വിക്രീഡിതം, വസന്തതിലകം, കുസുമമഞ്ജരി, ദോദകം, മല്ലിക, മത്തേഭം, നർക്കുടകം, പഞ്ചചാമരം, മദനാർത്ഥ, പത്യാവൃത്തി, ഉപസ്ഥിതി, വിയോഗിനി, മല്ലിക, മൃഗേന്ദ്രമുഖം, ഇങ്ങനെ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്തത്ര വൃത്തങ്ങൾ ഗുരു ഉപയോഗിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ രാജരാജവർമ്മ തമ്പുരാൻ വൃത്തമഞ്ജരിയിൽ പരാമർശിച്ചിട്ടില്ലാത്ത ഒരു വൃത്തമായിരുന്നു മത്തേഭം എന്നത്. കുറച്ചുകൂടി വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ജനനീ നവരത്ന മഞ്ജരി എന്ന കൃതി ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി എന്നാശു തന്മതി മറന്ന്, അങ്ങനെ തുടങ്ങുന്ന അമ്മയെ വർണ്ണിക്കുന്ന ജനനീ നവരത്ന മഞ്ജരി എന്ന കൃതി ഗുരു രചിച്ചിരിക്കുന്നത് മത്തേഭം എന്ന് പറയുന്ന വൃത്തത്തിലാണ്. ഈ മത്തേഭം എന്ന വൃത്തം ആരും തന്നെ മലയാളത്തിൽ മറ്റാരും തന്നെ ഉപയോഗിച്ചതായി കാണുന്നില്ല. അതുപോലെ തന്നെയാണ് ആത്മോപദേശ ശതകത്തിലെ ദർശന ഗരിമ കൂടുതൽ മനോഹരമായി അവതരിപ്പിക്കുവാൻ ഭഗവാൻ ഉപയോഗിച്ചിരിക്കുന്ന മൃഗേന്ദ്രമുഖം എന്ന കൃതി വൃത്തം. ശരിക്കും പറഞ്ഞാൽ വൃത്തമഞ്ജരി ആദ്യമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 1904 എന്നാൽ ഗുരു ഷൺമാതുര സ്തവവും നവമഞ്ജരിയും ഒക്കെ 1884 രചിച്ച കൃതികളാണ്. എന്നാൽ വൃത്തമഞ്ജരി എന്ന ആ ഒരു പുസ്തകം അല്ലെങ്കിൽ ആ ഒരു നിബന്ധന പ്രസിദ്ധപ്പെടുത്തുന്നതിന് മുൻപ്
ഈ മൃഗേന്ദ്ര മുഖം എന്ന വൃത്തത്തിൽ ഒരു തരത്തിലുമുള്ള പദ്യം ലഭിക്കാഞ്ഞത് കൊണ്ട് അതെഴുതിയ ആള് പുതിയതായി ഒരു പദ്യം എഴുതി എന്നാണ് ചരിത്രം പറയുന്നത്. ഒരു പക്ഷേ 1884 എഴുതിയ ഷണ്മാധുര സ്തവവും നവമഞ്ജരിയും പോലെയുള്ള കൃതികളൊക്കെയും 1904 പ്രസിദ്ധപ്പെടുത്തുന്ന ഒരു രചനയ്ക്ക് വേണ്ടി അതിൻ്റെ രചയിതാവ് കണ്ടില്ല എന്ന് നടിച്ചു എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരിക്കലും അത് മറന്നുപോയതാണ്, കണ്ടില്ല എന്ന് നമുക്ക് പ്രസ്താവിക്കുവാൻ സാധിക്കില്ല. അത് തീർച്ചയായും ഇന്നും ചരിത്രം ശ്രീനാരായണ ഗുരുദേവനോട് കാണിക്കുന്ന നന്ദികേടിന്റെ ആദ്യത്തെ ഉദാഹരണമായി നമുക്ക് പറയാം. ഇങ്ങനെ നിരവധി അനവധി കൃതികൾ ഭഗവാൻ രചിച്ചു തന്നു. നമുക്കറിയാവുന്നവയൊക്കെയാണ് ശ്രീവാസുദേവാഷ്ടകം, മണം തുടങ്ങി ശ്രീവാസുദേവാഷ്ടകം അല്ല, സദാശിവ ദർശനം. മണം തുടങ്ങി എണ്ണി മണ്ണിലുണ്ണുമെണ്ണമൊക്കെ അറ്റിണങ്ങി നിൽക്കും ഉൾക്കുരുന്നൊരുക്കി നെക്കി നക്കിടും ഗുണം നിറഞ്ഞ കോമളക്കുടത്തിൽ അങ്ങും ഇന്നും ഇന്നിണങ്ങൾ അങ്ങും ഇങ്ങും എങ്ങുമില്ല നല്ല മംഗളം. പിന്നീട് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഏറ്റവും ഓർമ്മശക്തി കൂടുവാൻ ഗുരു കുറച്ച് കൃതികൾ പറഞ്ഞു. അതിൽ ആദ്യം പറയുന്നതാണ് ദേവീ പ്രണാമ ദേവ്യഷ്ടകം. പാലയേതി പരിപാലയേതി പരിപാലയേതി ജപമാലയാ, പാലയേതി പരിപാലയേതി പരിപാലയേതി ജപമാലയാ, പാലയേതി പരിപാലയേതി പരിപാലയേതി ജപമാലയാ, പാലയേതി പരിപാലയേതി പരിപാലയേതി ജപമാലയാ, പാദഭക്തജനപാലനാദിക പരായണ ഭവഭയാപഹ, പൂതമാനസ പുരാണ പൂരുഷ പുരന്ദരാദി പുരുപൂജിത, സാധു സാധിത സരസ്വതി സകല സമ്പ്രദായ സമുദാരത, ശാത സാരദ ശശാങ്ക ശേഖര ശിവ ശിവ ശിവമുദീയത. പിന്നീട് ഗുരു വിദ്യാർത്ഥികൾക്ക് വേണ്ടി പറഞ്ഞു തന്ന നമുക്കറിയാം ബാഹുലേ അഷ്ടകം. ബീജമന്ത്രങ്ങൾ കൊണ്ട് ഭഗവാൻ രചിച്ചൊരു കൃതിയാണ് ബാഹുലേ അഷ്ടകം. ഓം 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 ഹോമധൂമ പ്രകട തടജടാ കോടി ഭോഗി പ്രഭൂരം അം 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 ആദിതേയ പ്രണവ പദയുഗാംബോരുഹ ശ്രീവിലാസം ഉം 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 ഉഗ്രനേത്രത്രയലസിതവപുർജ്യോതിരാനന്ദരൂപം ശ്രീം 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 ശീഘ്രചിത്തഭ്രമഹരമനിശം ഭാവയേ ബാഹുലേയം. ഇങ്ങനെ ഒരു മനുഷ്യന് അവന്റെ ജനനം മുതൽ മരണം വരെ വേണ്ടുന്ന എല്ലാ അവസ്ഥയിലുമുള്ള കൃതി ഗുരു നമുക്ക് തന്നു. ഒരു കുഞ്ഞ് എപ്രകാരമാണ് അവന്റെ അമ്മയുടെ വയറ്റിൽ ജനിക്കുന്നത് എന്ന് പറഞ്ഞു തരുവാൻ വസന്ത തിലകം എന്ന വൃത്തത്തിൽ ഗുരു പിണ്ഡമെന്ന് രചിച്ചു തന്നു. ഗുരു ആദ്യത്തെ പദത്തിൽ തന്നെ നമ്മളോട് പറഞ്ഞു, ഗർഭത്തിൽ വച്ചു ഭഗവാൻ അടിയന്റെ പിണ്ഡം എപ്പേരുമൻ പൊടു വളർത്ത കൃപാലുവല്ലി, കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നടിയനൊക്കെയുമങ്ങു ശംഭോ. ഒരു പിണ്ഡത്തെ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ സ്വാമി അങ്ങ് നിക്ഷേപിച്ചു. എന്നിട്ട് 9 മാസവും 9 ദിവസവും 9 നാഴികയും 9 വിനാഴികയും ഒരു തട്ടലും മുട്ടലും പറ്റാതെ അതിനെ കാത്തു രക്ഷിച്ച ഒരച്ഛൻ എങ്ങനെയാണോ, ഒരമ്മ എങ്ങനെയാണോ തൻ്റെ കുഞ്ഞിനെ പരിപാലിക്കുന്നത്, അതുപോലെ എൻ്റെ ആ പിണ്ഡത്തെ സ്വാമി അങ്ങ് പരിപാലിച്ചതിൻ്റെ ഫലമാണ് ഞാൻ ഇന്ന് സശരീര അവസ്ഥയിൽ ഞാനെന്നും എൻ്റേതെന്നുമൊക്കെ അഹങ്കാരത്തോടെ പറയുന്ന ഈ ശരീരത്തോടു കൂടി ഈ ഭൂമിയിൽ നിൽക്കുന്നത്. അങ്ങയുടെ തീരുമാനം പോലെയാണ് എല്ലാം സംഭവിക്കുന്നത് എന്നറിയുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഈ അഹങ്കാരം വെടിഞ്ഞ് ഞാൻ അങ്ങയുടെ പാദപത്മങ്ങളിൽ അറിയാതെ വന്ദിച്ചു പോവുകയാണ്. പിന്നീട് വന്നപ്പോ ഒരമ്മ സഹിക്കുന്ന പ്രസവ വേദനയെ കുറിച്ച് സ്വാമി പാടിത്തന്നു. എൻ തള്ള എന്നെ അകമേ ചുമടാക്കിടത്തി വെന്തുള്ളഴിഞ്ഞു വെറുതെ നെടുവീർപ്പുമിട്ടു നൊന്തിഞ്ഞു പെറ്റു നരി പോലെ കിടന്നു കൂവുന്നു ഇതെന്താവതിങ്ങടിയനൊന്നരുളീടു
ഒരു നരി കരയുന്നത് പോലെ എൻ്റെ അമ്മ കിടന്ന് കരഞ്ഞപ്പോൾ അമ്മ പോട്ടെ സാരമില്ല, എനിക്ക് വെളിയിലേക്ക് വരാനല്ലേ അമ്മ ഈ വേദന സഹിച്ചത് എന്നൊന്നും എനിക്കെന്ന് പറയുവാൻ സാധിച്ചില്ല. മറിച്ച് അതെല്ലാം നോക്കി കിടക്കുവാനേ എനിക്ക് സാധിച്ചുള്ളൂ. എൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ സങ്കടങ്ങളെല്ലാം മറന്ന് ഇന്ന് കാണുന്ന ഈ ആനന്ദത്തിൽ ഏർപ്പെടുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അതിന് കാരണം എനിക്ക് പൊന്നപ്പൻ അന്ന് തന്ന 5 വാതിലുകളാണ്, 5 ഇന്ദ്രിയങ്ങളാണ്. അതിന് ഞാൻ എന്നും ആ ദൈവത്തോട് കടപ്പാടുള്ളവനാണ് എന്ന് സ്വാമി പറയുന്നു. അങ്ങനെ ഒരു മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി ഗുരു വരച്ചു കാട്ടി. ഗുരു ഭാര്യാധർമ്മം എന്ന് പറയുന്ന കൃതിയിൽ അനുഷ്ടുപ്പ് ഉപയോഗിച്ച് ഗുരു എഴുതിയൊരു കൃതിയാണ് ഭാര്യാധർമ്മം എന്നത്. അതിൽ ഗുരു പറയുന്നുണ്ട്, വസതിക്കൊത്ത ഗുണമുള്ളവളായി വരവിൽ സമം വ്യയവും ചെയ്യുകിൽ തൻ വാഴ്ചയ്ക്ക് തുണയാമവൾ. വരവറിഞ്ഞ് ചിലവാക്കുന്ന ഒരു സ്ത്രീ തീർച്ചയായും കുടുംബ ജീവിതത്തിന് അല്ലെങ്കിൽ ഉത്തമയായ ഒരു സ്ത്രീയാണ് എന്ന് ഗുരു ഭാര്യാധർമ്മത്തിലൂടെ പറഞ്ഞു തന്നു. അനുഷ്ഠിപ്പ് എന്നത് ശ്രീനാരായണ ഗുരുദേവൻ ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ളൊരു വൃത്തമാണ്. ഒരു വരിയിൽ 8 അക്ഷരം വീതം വരുന്ന ഈ വൃത്തത്തിന് മാതൃഭാഷയുടെ പ്രൗഢിയും ഗദ്യഭാഷയുടെ ആവിഷ്കരണ സ്വാതന്ത്ര്യവുമുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അനുഷ്ഠിപ്പിന്റെ സംഗീതാത്മകത. ഏറ്റവും മനോഹരമായി ഭഗവാൻ വരച്ചു കാട്ടിയ കൃതിയാണ് വിശ്വപ്രാർത്ഥനയായ ദൈവദശകം. ഗുരു അവിടെ പറയുകയാണ്, ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികന്നീ ഭവാബ്ദിക്ക് ഒരാവികൻ തോണിനിൻ പദം. ഒരു നാവികൻ എങ്ങനെയാണോ ഒരു കപ്പലിനെ പരിപാലിച്ച് അതിനെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നത്, അതുപോലെ ഞങ്ങളുടെ സംസാര സാഗരമാകുന്ന ഈ ജീവിതത്തെ മറികടന്ന് അപ്പുറത്തെത്തുവാൻ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് നാവികനായി നിൽക്കണേ എന്ന് തുടങ്ങുന്ന വിശ്വപ്രാർത്ഥന മുതൽ ഈശാവാസ്യമിതം സർവം എന്ന് പറയുന്ന ഈശാവാസ്യ ഉപനിഷത്ത് വരെ ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച വൃത്തമാണ് അനുഷ്ഠിപ്പ് എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞു ആത്മോപദേശ ശതകത്തിലെ മൃഗേന്ദ്രമുഖം എന്ന വൃത്തത്തെ കുറിച്ച്. ആത്മോപദേശ ശതകത്തിലെ ആദ്യത്തെ വരിയിൽ തന്നെ അർത്ഥത്തിന്റെ വിശാലമായ ഒരു ലോകമാണ് ഭഗവാൻ അവിടെ നമുക്കായി തുറന്നിടുന്നത്. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ എന്ന് പറയുന്നത്, അവിടെ അറിവെന്ന് പറയുന്നത് നമുക്ക് നമ്മെ കുറിച്ചുള്ള അറിവാണ്. അവിടെ അറിവിലുമേറി അറിവെന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ സജ്ജനങ്ങളുടെ ഉള്ളിലും കൂടിയിരിക്കുന്ന ചൈതന്യം ഒന്നാണ് എന്ന തിരിച്ചറിവാണ് അറിവിലുമേറിയ അറിവ്. ആത്മോപദേശ ശതകത്തിൽ 10ാമത്തെ ശ്ലോകത്തിൽ ഗുരു പറയുന്നുണ്ട്, ഇരുളിലിരുപ്പവനാറ് ചൊൽക നീ എന്നൊരുവനുരപ്പതു കേട്ടു താനുമേവം. അതായത് ഇരുട്ടത്തിരിക്കുന്ന 2 ആളുകൾ, അതിൽ ആദ്യത്തെ ആൾ അപരനായിരിക്കുന്ന മറ്റൊരു വ്യക്തിയോട് ചോദിക്കുകയാണ്, നീ ആര് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു കൊടുക്കുന്ന മറുപടിയാണ് ഞാൻ എന്നത്. പിന്നീട് ഈ അപരനായ വ്യക്തി ആദ്യത്തെ ആളോട് ചോദിക്കുകയാണ്, നീ ആര് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹവും പറയുകയാണ് ഞാൻ എന്ന്. അങ്ങനെ ഈ എല്ലാവരുടെയും ഉള്ളിൽ ഒന്നായിരിക്കുന്ന ആ സാധനം, അല്ലെങ്കിൽ എല്ലാവരുടെയും ഉള്ളിൽ ഞാനായിരിക്കുന്ന അതിനെ പറയുന്ന പേരാണ് ആത്മാവ് എന്ന് ഗുരു പറയുന്നത്. ഇത്ര ലളിതമായ ആത്മാവിന് മറ്റൊരു വ്യാഖ്യാനം നമുക്ക് ഇവിടെ കാണുവാൻ പറ്റും. ഇത്ര വ്യക്തമായ ആത്മാവ് എന്ന പദത്തെ മറ്റാര് നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്? ശ്രീനാരായണ ഗുരുദേവനല്ലാതെ. ഗുരു തന്റെ മതവീക്ഷണത്തെ കുറിച്ച് നാം ഈ പറഞ്ഞ ആത്മോപദേശ ശതകത്തിൽ പറയുന്നുണ്ട്. അതിൽ 49ാം പദ്യത്തിൽ ഗുരു പറയുന്നുണ്ട്, ഈ ലോകത്തുള്ള സർവചരാചരങ്ങളും പ്രയത്നിക്കുന്നത് ഏകമായ ആത്മസുഖത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ ആത്മസുഖമാണ് ഈ ലോകത്തുള്ള സർവചരാചരങ്ങളുടെയും ഏകമായ മതം. ഗുരു അരുളിയ ഒരു മതം എന്താണ് എന്ന ചിന്ത പലരെയും കുഴക്കിയപ്പോ അവർക്കുള്ള മറുപടിയായിട്ടാണ് ഭഗവാൻ ഈ 49ാം പദ്യത്തിലൂടെ കൊടുക്കുന്നത്. പിന്നീട് ശ്രീ CV കുഞ്ഞിരാമനുമായുള്ള സംവാദത്തിൽ ഭഗവാൻ പറഞ്ഞത് ഇപ്രകാരമാണ് ഈ ഒരു മതത്തെ കുറിച്ച്. മനുഷ്യർക്ക് ഊർദ്ധമുഖത്വം ഉണ്ടാക്കുവാനുള്ള അധികാരം മാത്രമേ മതങ്ങൾക്കുള്ളൂ. അതുണ്ടായി കഴിഞ്ഞാൽ സൂക്ഷ്മം അവർ തന്നെ അന്വേഷിച്ച് കണ്ടെത്തിക്കൊള്ളും. സൂക്ഷ്മം അറിഞ്ഞവന് മതം പ്രമാണമല്ല, മതത്തിന് അവർ പ്രമാണമാണ് എന്നാണ് സ്വാമി പറഞ്ഞത്. പിന്നീട് ആത്മോപദേശ ശതകത്തിലെ മതമീമാംസ എന്ന ആ 7 പദ്യങ്ങളിലൂടെ കുറച്ചുകൂടി വ്യക്തമായി സ്വാമി പറഞ്ഞു തന്നു. പിന്നീട് ശ്രീനാരായണ ധർമ്മത്തിലേക്ക് വരുമ്പോൾ
അവിടെ മതത്തെക്കുറിച്ച് ഗുരു പറയുന്നുണ്ട്. മഹമ്മദ ക്രൈസ്തവാസ ജൈന ബൗദ്ധാസ്തേതരെ ഏകതാ പാതനായൈവ പ്രയതന്തേ നിരന്തരം. അതായത് മുഹമ്മദീയരും ക്രൈസ്തവരും ജൈനന്മാരും ബൗദ്ധന്മാരും ഹിന്ദുക്കളും തുടങ്ങി എല്ലാ മതക്കാരും ഒന്നിനെ പ്രാപിക്കുവാൻ വേണ്ടിയാണ് നിരന്തരമായ പരിശ്രമം നടത്തുന്നത്. പല നദികൾ, പർവ്വതങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന അനേകം നദികൾ ഒരു സാഗരത്തിൽ വിലയം പ്രാപിച്ച് ഏകമായി തീരുന്നത് പോലെയാണ് വലിയ വലിയ ഗുരുക്കന്മാരുടെ ഉപദേശങ്ങൾ ഏകമായ സനാതന സത്യവുമായി താതാത്മ്യം പ്രാപിച്ച ഏകത്വത്തിൽ വർത്തിക്കുന്നുവെന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു തന്നത്. എന്നിട്ടും ഇന്നും നാം പറയുവാൻ ശ്രമിക്കുന്നു ശ്രീനാരായണ ഗുരുദേവൻ ഈഴവരുടെ ഗുരുവാണ് എന്നല്ലേ. കേട്ടിട്ടുണ്ട് നമ്മള് ഗുരുവിനെ ഈഴവ ഗുരുവെന്ന് മാത്രം പറയുവാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഈ ലോകം കണ്ടതിൽ വെച്ച് ആശാൻ പറഞ്ഞതുപോലെ അന്യർക്കു ഗുണം ചെയ്വതിനായി സ്വപുസ്സും ധന്യത്വമൊടങ്ങാത്മതപസ്സും ബലി ചെയ്യൂ. സന്യാസികളില്ലിങ്ങനെയില്ലമിയെന്നോർ വന്യാസമേലുന്നവരും ശ്രീ ഗുരുമൂർത്തേ. എന്റെ ഭഗവാനെ പോലെ മറ്റുള്ളവരുടെ നന്മയ്ക്കായി തന്റെ ആയുസ്സും വപസ്സും ആത്മതപസ്സും ബലിയർപ്പിച്ച മറ്റൊരു വ്യക്തിയെ നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ സാധിക്കുകയില്ല എന്നാണ് ആശാൻ ആ പദ്യത്തിലൂടെ പറയുന്നത്. തൊട്ട് മുൻപത്തെ പദ്യത്തിൽ ആശാൻ ചോദിച്ചു, അൻപാർന്നവരുണ്ടോ പരവിജ്ഞാനികളുണ്ടോ വൻപാകെ വെടിഞ്ഞുള്ളവരുണ്ടോ ഇതുപോലെ മുൻപായി നിനച്ചൊക്കയിലും ഞങ്ങൾ ഭജിപ്പൂ നിൻ പാവന പാദം ഗുരുനാരായണമൂർത്തിയെ. അവിടെ 3 ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. എൻ്റെ ഗുരുവിനെ പോലെ സഹജീവികളോട് ഇത്രയേറെ അനുകമ്പയുള്ള, ഇത്രയേറെ അറിവ് നേടിയ, ഇത്രയേറെ അഹങ്കാരമില്ലാത്ത, ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവമില്ലാത്ത ഒരു വ്യക്തിയെ, ഒരു ഗുരുവിനെ നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ സാധിക്കുമോ? പിൽക്കാലത്ത് ഇതിന്റെ പേരിലും നാം അടികൂടുമെന്നറിയാവുന്നത് കൊണ്ട് ആശാൻ തന്നെ എഴുതി വെച്ചു, ഇനി അത് തപ്പി കഷ്ടപ്പെടണ്ട. അങ്ങനെ ഒരാളെ നിങ്ങൾക്ക് ഈ ജനസമൂഹത്തിൽ ഒരിക്കലും കണ്ടെത്തുവാൻ സാധിക്കില്ല. കാരണം അങ്ങനെയുള്ള ഗുണങ്ങളുള്ളത് എൻ്റെ സ്വാമിക്ക് മാത്രമാണ് എന്ന്. ഇങ്ങനെ ഗുരുദേവനെ അടുത്ത് കണ്ടറിഞ്ഞ, സ്വാമിയെ അനുഭവിച്ചറിഞ്ഞ ശിഷ്യ പരമ്പര ഗുരുവിനെ കുറിച്ച് വളരെ വ്യക്തമായി നമുക്ക് എഴുതി തന്നു. ബർക്കലയിലുള്ള അഡ്വക്കേറ്റ് പി മാധവൻ അവർകൾ എഴുതിയ നാരായണ ഗുരുദേവൻ എന്ന കൃതിയുടെ ആ പദ്യത്തിന്റെ അല്ലെങ്കിൽ ആ പ്രാർത്ഥനയുടെ ആദ്യത്തെ വരിയിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, നാരായണ ഗുരുദേവൻ ദിവ്യനാരായണെന്നാരറിയുന്നു നേരിട്ടു കണ്ടവർ പോലും അങ്ങേ നേരെ അറിഞ്ഞില്ല തന്നെ. നേരിട്ട് കണ്ടവർ പോലും തിരിച്ചറിയാത്തത്ര പ്രഭാവമുള്ള ആളായിരുന്നു എൻ്റെ സ്വാമി. ഒരിക്കൽ SNDP യോഗത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് അറിയാമുണ്ടായ കേസുകളെ കുറിച്ചൊക്കെ നമുക്കറിയാം. ആ ഒരു കാലയളവിൽ ശ്രീനാരായണ ഗുരുദേവൻ തന്റെ സ്വത്തുവകകളെല്ലാം ധർമ്മസംഘത്തിന്റെ പേരിൽ എഴുതി കൊടുത്തൊരു സമയത്ത് SNDP യോഗത്തിന്റെ ഭാഗത്ത് നിന്നും ശ്രീ CV കുഞ്ഞിരാമൻ ഒരാളെ ശിവഗിരി മഠത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് പരവൂർ കേശവൻ വേദാന്തി എന്നായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ട് എന്നൊരു ശിഷ്യൻ ചെന്ന് ഗുരുവിനോട് പറയുമ്പോൾ ഗുരു പറഞ്ഞു, കേശവന് ഏറ്റവും നല്ല മുറി തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കേശവന് ഏറ്റവും നല്ല മുറി തന്നെ കൊടുത്തു, ഏറ്റവും നല്ല സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. പക്ഷെ ഈ കേശവൻ ഒരിക്കൽ പോലും ഗുരുദേവനെ കാണുവാൻ വരാനായിട്ട് സജ്ജനാകുന്നില്ല. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം വിചാരിച്ചു, എന്തായാലും ഇവിടെ താമസിക്കുകയാണ്, എങ്കിൽ ഒരു പ്രാവശ്യം ഗുരുവിനെ ഒന്ന് ചെന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ച് ഗുരുവിനെ കാണുവാൻ ചെല്ലുന്നു. അങ്ങനെ കേശവൻ ഗുരുവിന്റെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ ഗുരു അടുത്തു നിന്ന് ശിഷ്യനോട് പറഞ്ഞു, കേശവൻ ഇരിക്കുവാൻ കസേര കൊണ്ടുവരൂ. ശിഷ്യൻ ഞെട്ടിപ്പോയി. കാരണം ഡോക്ടർ പൽപ്പുവും കുമാരനാശാനും പോലും ഒന്നെങ്കിൽ ഗുരുവിന്റെ അടുത്ത് വന്ന് നിന്ന് സംസാരിക്കും, അല്ലെങ്കിൽ താഴെ ഒരു പായിട്ട് അവിടെ ഇരിക്കും. പക്ഷെ ഇതാ ഗുരു തന്നെ പറയുന്നു, കേശവൻ ഇരിക്കുവാൻ കസേര കൊണ്ടുവരൂ.
അങ്ങനെ ഗുരുവിന്റെ ആജ്ഞപ്രകാരം കേശവന് കസേര കൊണ്ടുവന്നിട്ടു. കേശവൻ അവിടെ ഇരുന്നു. അങ്ങനെ ഗുരുവുമായി കുറെ സമയം സംസാരിച്ച് തിരികെ പോകുന്ന കേശവൻ ആ മധുരപാവന മനോജ്ഞവാണിയിൽ മതിമറന്നാണ് പോകുന്നത്. അങ്ങനെ അത് കേൾക്കുവാൻ അദ്ദേഹം അങ്ങോട്ട് വരുന്നത് ഒരു പതിവായി. അങ്ങനെ വരുന്ന ദിവസങ്ങളിലൊക്കെ ഈ കേസിനെ കുറിച്ച് ചോദിക്കും. ഗുരു അതിന് കറക്റ്റായിട്ടുള്ള മറുപടി കൊടുക്കും. അങ്ങനെ ഒരു ദിവസം ഗുരുവിനോട് കേശവൻ ഈ കേസിന്റെ കാര്യം ചോദിച്ച ഗുരു അതിന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ സമയം ഏകദേശം 3 മണിയോടടുത്തായി. അന്ന് അവിടെ വെച്ചൊരു കാക്ക കരഞ്ഞു. അപ്പൊ വൈദിക മഠത്തിന് മുൻപിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ ഗുരു കേശവനോട് പറഞ്ഞു, കേശവ ഓർത്തോളൂ, കാക്ക കരഞ്ഞു എന്ന് പറഞ്ഞു. കേശവൻ അന്ന് അതിന്റെ അർത്ഥം മനസ്സിലായില്ല. പിന്നീട് ഗുരു മഹാസമാധിയോട് അടുത്ത സമയത്ത് കേശവനെ വിളിച്ചിട്ട് ചോദിച്ചു, കേശവന് നമ്മോടൊപ്പം നിൽക്കാമോ? ഓർക്കണം, SNDP യോഗത്തിന്റെ ഭാഗത്ത് നിന്നും CV കുഞ്ഞിരാമൻ ശിവഗിരി മഠത്തിലെ സന്യാസിമാരെ നിരീക്ഷിക്കുവാൻ ശിവഗിരിയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച ആളാണ് കേശവൻ വേദാന്തി. അദ്ദേഹത്തോട് ഗുരുവാണ് ചോദിക്കുന്നത്, കേശവ നമ്മോടൊപ്പം നിൽക്കാമോ? അദ്ദേഹം രണ്ടാമതൊന്നും ചിന്തിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, നിൽക്കാമേ. അങ്ങനെ കേശവൻ ധർമ്മസംഘത്തിന് വേണ്ടി കോടതിയിൽ ഹാജരാകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കഥ മാറിപ്പോവുകയാണ്. അങ്ങനെ ഗുരുവിന്റെ മഹാസമാധി കഴിഞ്ഞു. കേസ് മാസങ്ങളോളം നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കേശവൻ ഊണില്ല, ഉറക്കമില്ല. ഈ കേസ് നീണ്ടുപോയി. അങ്ങനെ വിധി വരുന്നതിന് തൊട്ട് തലേ ദിവസമായപ്പോ കേശവൻ വേണ്ടുന്ന തെളിവുകളെല്ലാം എഴുതി ചിട്ടപ്പെടുത്തി ഭക്ഷണമൊക്കെ കഴിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ശിവഗിരിയിലൂടെ ഒന്ന് നടക്കാനിറങ്ങി. അങ്ങനെ നടക്കാനിറങ്ങി വൈദിക മഠത്തിന് മുൻപിലെത്തിയപ്പോ കേശവൻ വിചാരിച്ചു, ഞാനും എൻ്റെ സ്വാമിയും ഇരുന്ന് സംസാരിച്ച സ്ഥലമാണിത്. അങ്ങനെ ആ ഓർമ്മകളിലൂടെ ഒക്കെ കടന്നു പോകുന്ന കേശവന്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകുകയാണ്. ആ സമയത്ത് പതിവില്ലാതെ ഒരു കാക്ക കരഞ്ഞു. അപ്പൊ കേശവൻ പെട്ടെന്ന് ഓർത്തു, അന്ന് ഗുരു എന്നോട് പറഞ്ഞു, കേശവ ഓർത്തോളൂ, കാക്ക കരഞ്ഞു. പിറ്റേ ദിവസം കേശവൻ ആ പോയിന്റ് കോടതിയിൽ പറഞ്ഞു. അന്ന് ഗുരു അവസാനിപ്പിച്ച് നിർത്തിയ ആ പോയിന്റിൽ നിന്നും കേശവൻ കോടതിയിൽ വാദം ആരംഭിച്ചു. അങ്ങനെ ധർമ്മസംഘം കേസ് വിജയിച്ചു. ആ പോയിന്റ് ഇപ്രകാരമായിരുന്നു. ഗുരു കേശവനോട് പറഞ്ഞു, കേശവ, നമ്മെ യോഗത്തിന്റെ പ്രസിഡന്റായി കണ്ട് അവർ നമ്മെ ബഹുമാനിച്ചിട്ടുണ്ടാകാം, ആദരിച്ചിട്ടുണ്ടാകാം. പക്ഷേ നാം യോഗത്തിൽ അംഗമല്ലാത്തതിനാൽ നമ്മുടെ സ്വത്ത് വകകളിൽ അവർക്ക് യാതൊരു വിധത്തിലുമുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. അങ്ങനെ കേശവൻ ഇത് കോടതിയിൽ അവതരിപ്പിച്ചു. കോടതി നോക്കിയപ്പോ ശ്രീനാരായണ ഗുരുദേവൻ SNDP യോഗത്തിന്റെ അംഗമല്ല, മറിച്ച് ധർമ്മസംഘത്തിലെ അംഗമാണ്. അന്നങ്ങനെ കേസ് ധർമ്മസംഘം വിജയിച്ചു. ഗുരുവിന് കൊടുത്ത വാക്ക് നിറവേറ്റുവാൻ പറ്റിയതിന്റെ സന്തോഷത്തിൽ കേശവൻ തിരികെ പരവൂറുള്ള തന്റെ വീട്ടിലെത്തി ഒരു ബ്രഹ്മചാരിയായി ജീവിതം കഴിച്ചു കൂട്ടുകയാണ്. ഒരിക്കൽ ശിവഗിരി മഠത്തിൽ നിന്നും വന്ന ഒരു സന്യാസി കേശവനോട് ചോദിച്ചു, അങ്ങ് വളരെയേറെ കാലം ശ്രീനാരായണ ഗുരുദേവനുമായി ജീവിക്കുവാനും സംസാരിക്കുവാനും ഒക്കെ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൊരു മഹത് വ്യക്തിത്വമാണ്. എന്താണ് ആ സമയം ഉണ്ടായിരുന്ന അങ്ങയുടെ അനുഭവം എന്ന് ചോദിച്ചപ്പോ കേശവൻ പറഞ്ഞു, കുറച്ചു നേരം കണ്ണുകൾ അടച്ചിരുന്നു. എന്നിട്ട് കണ്ണു തുറന്നപ്പോ ധാരധാരയായി ഇറ്റിറ്റ് കണ്ണുനീർ തുള്ളികൾ വീഴുകയാണ്. ഇത് കണ്ടപ്പോൾ ചോദിച്ച ആള് വിചാരിച്ചു താൻ എന്തോ തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ തെറ്റായ ഒരു ചോദ്യമാണ് ചോദിച്ചത്, അതുകൊണ്ടാണ് കേശവൻ വേദാന്തി കരയുന്നത് എന്ന് വിചാരിച്ചപ്പോ ആ കണ്ണുനീർ തുള്ളികൾ തുടച്ചു നീക്കിക്കൊണ്ട് ആ മഹാപുരുഷൻ പറഞ്ഞു, ആ ശിഷ്യൻ പറഞ്ഞു, ദൈവത്തോടൊപ്പം ജീവിച്ചു, പക്ഷേ ദൈവമാണെന്നന്ന് തിരിച്ചറിയുവാൻ സാധിച്ചില്ല. തൻ്റെ ശിഷ്യമാനസരുടെ ഹൃദയങ്ങളിൽ കുളിരേകുന്നവനാണ് സ്വാമി. മഹനീയ ചരിത്രായ മമതാരഹിതാത്മനെ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്ന് ശിവലിംഗദാസ സ്വാമി പാടിയത്. അങ്ങനെയുള്ള ഗുരുവിനെ കുറിച്ച് ഇന്നും സ്വാമിയെ അംഗീകരിക്കുവാൻ മടിയുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അച്ഛനമ്മമാരെ, നമ്മൾ തിരിച്ചറിയണം, നാം നമ്മുടെ യുവതലമുറയ്ക്ക് കൊടുത്ത വിദ്യാഭ്യാസം ശരിയായ രീതിയിലുള്ളതാണോ എന്ന്. നാളെ ഈ ലോകം മുഴുവൻ, ഒരു പക്ഷേ അന്യമതത്തിൽ അല്ലെങ്കിൽ മറ്റു വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പോലും ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പഠിക്കുവാനുള്ള മനസ്സ് കാട്ടുമ്പോൾ നമ്മുടെ കുട്ടികൾ അതിനൊന്നും തയ്യാറാകുന്നില്ല. ഇന്നലെ, അതായത് 5, 6 തീയതികളിൽ ചങ്ങനാശ്ശേരി യൂണിയന്റെ കീഴിൽ വിജ്ഞാനോത്സവം എന്ന് പറയുന്ന ഒരു ക്യാമ്പ് നടക്കുകയായിരുന്നു. ആ 2 ദിവസവും
ഭഗവാന്റെ അനുഗ്രഹത്താൽ ഭാഗ്യവശാൽ പങ്കെടുക്കുവാൻ സാധിച്ചു. ഈ വരുന്ന 17, 18, 19 തീയതികളിൽ കോട്ടയം യൂണിയന്റെ കീഴിൽ, കോട്ടയം യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മാമ്പഴക്കൂട്ടം എന്ന് പറയുന്ന ഒരു ക്യാമ്പ് നടക്കുവാൻ പോവുകയാണ്. കഴിഞ്ഞ വർഷം ഏകദേശം 700 കുട്ടികളോളം പങ്കെടുത്ത ഒരു ക്യാമ്പാണ് മാമ്പഴക്കൂട്ടം എന്ന് പറയുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിക്കുന്ന ശാഖകൾക്ക് സമ്മാനമുണ്ട്. ഈ വർഷം മറിയപ്പള്ളി 26-ാം നമ്പർ ശാഖയിൽ നിന്നായിരിക്കണം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ വർഷം സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നതാണ്. ചോദിച്ചാൽ അറിയാം, അവിടെ 700-ൽ പരം വരുന്ന ഒന്നിനൊന്ന് മെച്ചമായ വിദ്യാർത്ഥികൾ, 18 വയസ്സ് വരെയുള്ള +2 വിദ്യാർത്ഥികൾക്ക് വരെയാണ് കഴിഞ്ഞ വർഷം വരെ മാമ്പഴക്കൂട്ടം നടത്തിയിരുന്നത്. എന്നാൽ ഈ വർഷം സുരേഷ് പരമേശ്വരൻ സാർ ഇൻചാർജായി വന്നപ്പോൾ സാർ അത് 21 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി നീട്ടി. അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ആരാധ്യയായ നമ്മുടെ SNDP യോഗത്തിന്റെ ബഹുമാന്യനായ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാർ അവറുകളുടെ പ്രിയപാതിയായ പ്രീതി നടേശൻ അവറുകളാണ്. നമ്മുടെ വിദ്യാർത്ഥികളെ അതുപോലെയുള്ള ക്യാമ്പുകളിലേക്ക് പറഞ്ഞു വിടുവാനും അവരെ പങ്കെടുപ്പിക്കുവാനും നമ്മൾ ശ്രമിക്കണം. ഇന്ന് അവരതിനൊക്കെ പങ്കെടുക്കാൻ പറയുമ്പോൾ എനിക്കതിനൊന്നും താല്പര്യമില്ല, എനിക്കതിനൊന്നും പങ്കെടുക്കേണ്ടെന്ന് പറയുമ്പോൾ അവർക്കുള്ള ആഹാരവും വസ്ത്രവും മാത്രം വാങ്ങിച്ചു കൊടുക്കാനല്ല പറയുന്നത്, കേൾക്കുവാനും അവരെ ഇതുപോലെയുള്ള ക്യാമ്പിൽ നിർബന്ധിച്ച് പങ്കെടുപ്പിക്കുവാനും നമ്മൾ ശ്രമിക്കണം. അങ്ങനെയുള്ളപ്പോൾ നാളത്തെ ഒരു തലമുറയെക്കുറിച്ച് നമുക്ക് പേടിക്കേണ്ടതായ ഒരു അവസ്ഥ വരുന്നില്ല. അല്ലെങ്കിൽ നാം ഇന്ന് ഭയക്കുന്ന ഒരു സമൂഹം, പറഞ്ഞു തുടങ്ങിയതുപോലെ മതത്തിനും ജാതിക്കും അടിമപ്പെട്ട ഒരു സമൂഹം നാളെ ഈ ലോകത്തുടലെടുക്കുക തന്നെ ചെയ്യും. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒന്നാണ് ലഹരി. പക്ഷേ ഗുരുവിനെ ശരിയായ രീതിയിൽ അറിഞ്ഞ, അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും ശരിയായ സ്നേഹം എന്താണെന്നറിഞ്ഞ ഒരു വിദ്യാർത്ഥിയും മയക്കുമരുന്നിനും ലഹരിക്കും അടിമയാകുകയില്ല. അതാണ് ശ്രീനാരായണ ഗുരുദേവന്റെയും ശ്രീനാരായണ ഗുരുദേവ ദർശനത്തിന്റെയും പ്രത്യേകത. അതുകൊണ്ട് ഈ വരുന്ന 17, 18, 19 തീയതികളിൽ എല്ലാ അച്ഛനമ്മമാരും നിർബന്ധിച്ച് ആ കുട്ടികളെ നാഗമ്പടത്ത് സിംഹാദേവ ക്ഷേത്രത്തിലേക്ക് പറഞ്ഞയക്കണം. അവിടെ വെച്ചാണ് ക്യാമ്പ് നടക്കുന്നത്. അങ്ങനെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മുടെ ശാഖയ്ക്ക് അവിടെ ഒന്നാമതായി നമ്മുടെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും നമ്മുടെ യൂത്ത് മൂവ്മെന്റിന്റെയും വനിതാ സംഘത്തിന്റെയും ഒക്കെ ഭാരവാഹികൾക്ക് അവിടെ തല ഉയർത്തി നിൽക്കുവാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അല്ലാതെ 26-ാം നമ്പർ ശാഖ എന്ന് പറയുന്നത് ഭഗവാന്റെ തൃക്കരങ്ങൾ കൊണ്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച ഒരു ശാഖയാണ് നമ്മുടേത്. അങ്ങനെയുള്ളൊരു ശാഖ ഏറ്റവും കുറവ് കുട്ടികളെ പങ്കെടുപ്പിച്ചു എന്നല്ല നമുക്ക് അവിടെ പറയിപ്പിക്കേണ്ടത്, മറിച്ച് ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുത്ത ഒരു ശാഖയാണ് മറിയപ്പള്ളി എന്നത്. നാളെ അല്ലെങ്കിൽ 17, 18, 19 തീയതികളിലെ ക്യാമ്പ് അവസാനിപ്പിക്കുമ്പോൾ അവിടുത്തെ ഭാരവാഹികളെ കൊണ്ട്, അവിടുത്തെ സമുന്നതരായ നേതാക്കന്മാരെ കൊണ്ട് നമുക്ക് പറയിപ്പിക്കണം. അതിനുള്ളൊരു അവസരം ഇവിടുത്തെ അച്ഛനമ്മമാർ ഒരുക്കണമെന്ന് മാത്രമേ എനിക്ക് പറയുവാനായിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം അവിടെ ഏറ്റവും കൂടുതൽ പിള്ളേരെ പങ്കെടുപ്പിച്ചതിനുള്ള സമ്മാനമൊക്കെ ഓരോ ശാഖ വാങ്ങിക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും മനസ്സിൽ ഒത്തിരി ആഗ്രഹിച്ചു ആ വേദിയിൽ ഒന്ന് കയറി ആ സമ്മാനം ഈ ശാഖയ്ക്ക് വേണ്ടി വാങ്ങിക്കുവാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നുവെങ്കിലെന്ന്. അങ്ങനെയുള്ള ഒരു അവസരത്തിലേക്ക് ഈ വർഷമെങ്കിലും നമുക്കത് വാങ്ങിച്ചെടുത്തേ മതിയാകൂ. കാരണം ഇന്ന് കോട്ടയം യൂണിയന്റെ കീഴിലുള്ള ശാഖകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുവാൻ പ്രാപ്തിയുള്ള, അതിനുള്ള അവകാശം തീർച്ചയായും ഉള്ള ഒരു ശാഖയാണ് നമ്മുടേത്. അപ്പോൾ അങ്ങനെയുള്ള ക്യാമ്പുകളിലേക്കൊക്കെ മക്കളെ പറഞ്ഞു വിടുവാൻ ഇവിടെ കൂടിയിരിക്കുന്ന അച്ഛനമ്മമാരെ ശ്രദ്ധിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. ഇപ്പോൾ ഏകദേശം 8:20 കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴെങ്കിലും ഒക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാകാം ഭഗവാന്റെ ആ തിരുസ്വരൂപം ഒന്ന് കാണണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ആ ഒരു 5 മിനിറ്റ് നേരം നമുക്ക് സ്വാമിയുടെ ആ ഭഗവാന്റെ നാം ഒത്തിരിയേറെ ആഗ്രഹിച്ച ആ തിരുസ്വരൂപം ഒന്ന് കാണുവാൻ ശ്രമിക്കാം. അതിനായി എല്ലാവരും ഫോണുള്ളവരൊന്ന് ഫോൺ സൈലന്റ് ആക്കി വെക്കുക. അതോടൊപ്പം നട്ടല് നിവർത്തിയിരുന്ന കൈയൊക്കെ റിലാക്സ്ഡ് ആക്കി മുട്ടയിലേക്ക് വെച്ച് പറയുന്ന കാര്യങ്ങൾ ഏറ്റു ചെയ്യുവാൻ ശ്രമിക്കുക. എല്ലാവരും ഒന്ന് റിലാക്സ്ഡ് ആയി നടുവൊക്കെ നിവർത്തിയിരിക്കുക. കൈ റിലാക്സ്ഡ് ആക്കി മുട്ടയിലേക്ക് വെക്കുക. ഞാൻ കണ്ണടയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കണ്ണ് തുറക്കരുത്. പക്ഷെ ഞാൻ എവിടെ ചെന്ന് പറഞ്ഞാലും അതിൽ ആരെങ്കിലും ഒക്കെ ഒരാൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങളെങ്കിലും നോക്കിയിരിക്കരുത്. നിങ്ങളെല്ലാവരും കണ്ണടച്ച് ഞാൻ ചൊല്ലിത്തരുന്ന മന്ത്രം ഏറ്റു ചൊല്ലി ഭഗവാന്റെ ആ തിരുസ്വരൂപം മനസ്സിൽ കാണണമെന്ന് ആഗ്രഹിച്ച് സ്വാമി എനിക്കൊന്ന് ദർശനം തരേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകൾ അടയ്ക്കുക. ചൊല്ലിത്തരുന്ന മന്ത്രം ഏറ്റു ചൊല്ലുക.
ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ പരമഗുരവേ നമഃ. ഇപ്പോൾ നമ്മളെല്ലാവരും എത്തി നിൽക്കുന്നത് ശിവഗിരിക്കുന്നിലെ ആ മഹാസമാധി മന്ദിരത്തിന് മുമ്പിലാണ്. നാം ആ വാതിൽപ്പടിയിൽ നിന്നും അകത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് കാരുണ്യനിധിയായ നമ്മുടെ സ്വാമി തൻ്റെ ശിഷ്യവൃന്ദങ്ങളുമായി സല്ലപിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഭഗവാനെ കണ്ടതിൻ്റെ സന്തോഷത്തിൽ നാം അവിടെ നിന്ന് എത്തി നോക്കുമ്പോൾ ഭഗവാൻ നമ്മെ കൈകാട്ടി അടുത്തേക്ക് വിളിക്കുകയാണ്. സ്വാമി വിളിച്ചതിൻ്റെ സന്തോഷത്തിൽ നടന്നു ചെല്ലുന്നതിന് പകരം ഓടിക്കിതച്ച് ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ട് സ്വാമി പറയുന്നു, നാം ശരീരമല്ല അറിവാകുന്നു. ശരീരമുണ്ടാകുന്നതിന് മുൻപിലും അറിവായി നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. നിന്റെ ഏതൊരു സങ്കട നിമിഷത്തിലും നിനക്ക് നമ്മെ പ്രാർത്ഥിക്കാവുന്നതാണ്. നാം എപ്പോഴും നിന്നോടൊപ്പം തന്നെ ഉണ്ടാകും. നിന്റെ വലത് കരങ്ങൾ ചേർത്ത് പിടിച്ച് നിന്നെ വഴി നടത്തുവാൻ നാം എപ്പോഴും ഒരു അദൃശ്യ ശക്തിയായി നിന്റെ കൂടെ തന്നെ, നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് നമ്മുടെ കണ്ണിൽ നിന്നും ഇറ്റു വീഴുന്ന കണ്ണുനീർത്തുള്ളികൾ തുടച്ചു നീക്കിക്കൊണ്ട് ഭഗവാൻ നമ്മുടെ മുന്നിൽ നിന്നും മറയുകയാണ്. ഓടിച്ചെന്ന ഭഗവാന്റെ മഹാസമാധി മന്ദിരത്തിനുള്ളിലെ ആ വെണ്ണിക്കൽ പ്രതിമയിലേക്ക് നോക്കുകയാണ്. നിറയുന്ന കണ്ണുകളുമായി ഗുരുവിനെ സാഷ്ടാംഗം വീണ് പ്രണമിച്ച ഈ ശിഷ്യമാനസരൊന്നാകെ ഒന്നിച്ച് പാടിപ്പോവുകയാണ്. ദൈവമേ കാത്തുകൊള്ളുക, കൈവിടാതെ ഞങ്ങളെ, നാവികന്നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻ പദം. ഇത്രയും പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാമിയുടെ അനുഗ്രഹം എന്നും കൂടെ കാണണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മളെല്ലാവരും തിരികെ വീടുകളിലേക്ക് എത്തുകയാണ്. കൈ രണ്ടും കൂട്ടിത്തിരുമ്മി ആ ചൂട് കണ്ണുകൾ തട്ടുന്ന രീതിക്ക് വെച്ച ഭഗവാന്റെ ഈ തിരുസ്വരൂപത്തിലേക്ക് നോക്കി കണ്ണുകൾ തുറക്കുക. ഗുരുവിനെ കണ്ടോ? തീർച്ചയായും ഗുരുവിനെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ ഭഗവാൻ ദർശനം തന്നിട്ടുണ്ടാകും. ഇത്രയും നേരം എന്നെ ശ്രവിച്ചിരുന്ന നിങ്ങളോട് ഓരോരുത്തരോടും എനിക്കൊന്ന് മാത്രമേ പറയുവാനുള്ളൂ. സ്വാമിയോട് എന്താവശ്യപ്പെട്ടാലും ഭഗവാൻ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, വിശ്വാസമുണ്ടോ? ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ ശരിയായ രീതിയിൽ ഉണ്ടായിരുന്നാൽ ഏതൊരു സങ്കട നിമിഷത്തിലും പറഞ്ഞു പോയതുപോലെ ഏതൊരു സങ്കട നിമിഷത്തിലും നമ്മെ കൈപിടിച്ചുയർത്തുവാൻ ആ കാരുണ്യനിധിയായ ഭഗവാൻ നമ്മോടൊപ്പം തന്നെ ഉണ്ടാകും. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ സ്വാമി കൂടെ തന്നെ ഉണ്ടാകും. ഒരച്ഛൻ തൻ്റെ കുഞ്ഞിനോട് കാണിക്കുന്ന വാത്സല്യം പോലെ, ഒരമ്മ തൻ്റെ കുഞ്ഞിനോട് കാണിക്കുന്ന കരുതൽ പോലെ, ഒരു സഹോദരൻ തൻ്റെ അനിയനോടും അനുജത്തിയോടും കാണിക്കുന്ന സ്നേഹം പോലെ കാരുണ്യനിധിയായ ഭഗവാൻ നമ്മോടൊപ്പം എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം
ഇന്ന് ഈ വേദിയിൽ സംസാരിക്കുവാൻ ഒരു അവസരം ഉണ്ടാക്കി തന്ന ഈ ശാഖായോഗത്തിന്റെ ബഹുമാന്യനായ സെക്രട്ടറി ശ്രീ സൈജു ടി കാഞ്ഞിരപ്പള്ളി അവർകൾ, അതോടൊപ്പം യൂത്ത് മൂവ്മെന്റ് ജോയിന്റ് സെക്രട്ടറി അഭിജിത് മോഹൻ ആനന്ദഭവൻ, ശാഖായോഗം പ്രസിഡന്റ് അനിയച്ചൻ അറുപതിൽ അവർകൾ, ബഹുമാനപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട, ആദ്യം ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ അങ്ങളിവിടെ ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഞാൻ പേര് പറയാഞ്ഞത്, യൂണിയൻ കമ്മിറ്റി അംഗമായി 26-ാം നമ്പർ ശാഖായോഗത്തെ യൂണിയൻ തലത്തിൽ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നതിന് ബഹുമാന്യനായ സാന്നിധ്യമായി നമ്മോടൊപ്പം എന്നും ഉണ്ടായിട്ടുള്ള സാബൂഡി ഇല്ലിക്കളം അവർകൾ, വനിതാ സംഘത്തിന്റെ ഏറ്റവും പ്രിയങ്കരിയായ പ്രസിഡന്റ് പ്രിയാദേവി അശ്വതി അവർകൾ, വനിതാ സംഘത്തിന്റെ ബഹുമാന്യയായ സെക്രട്ടറി ബീന ജയൻ അവർകൾ, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് വിഷ്ണു സുഭാഷ് അവർകൾ, സെക്രട്ടറി വിഷ്ണു ബാലൻ അവർകൾ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്തത്ര എൻ്റെ കുടുംബാംഗങ്ങൾ എന്ന് തന്നെ ഞാൻ പറയും. കാരണം അത്രയേറെ ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്ന ഓരോ അംഗങ്ങളുമാണ് ഈ ശാഖായോഗത്തിൽ എനിക്കുള്ളത്. ഞാൻ ഇവിടുത്തെ ഡോക്ടർ പൽപു കുടുംബയോഗത്തിലെ അംഗമാണ്. ഞങ്ങളുടെ ബഹുമാന്യനായ കൺവീനർ രാജീവ് അങ്കിള്, അതോടൊപ്പം എന്നെ മുന്നിൽ നിന്ന് നയിച്ച എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകര്, സാറ്, ടീച്ചറ്, അതുപോലെ ഈ ശാഖായോഗത്തിൽ ഓരോ അംഗത്തിനും ചേർത്ത് പിടിച്ച് സ്വന്തം മകളെ പോലെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അച്ഛനമ്മമാർക്ക്, സഹോദരി സഹോദരങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം എന്നിൽ നിന്ന് കണ്ണെടുക്കാതെ എന്നെ തന്നെ ശ്രവിച്ചുകൊണ്ടിരുന്ന 100% ശ്രദ്ധയും എന്നിൽ തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നെ ശ്രവിച്ചുകൊണ്ടിരുന്ന, അതോടൊപ്പം ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ വ്യക്തിക്കും, അതോടൊപ്പം എന്തെങ്കിലും പറഞ്ഞു പോയതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു കൊച്ചുകുട്ടിയുടെ അറിവില്ലായ്മയായി കണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെന്നോട് ക്ഷമിക്കുക. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ അറിയുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ശാഖയിലെ ഓരോ അംഗങ്ങളോടും എൻ്റെ ബഹുമാന്യരായ ആചാര്യന്മാരോടും തന്നെയാണ് ഞാൻ കടപ്പെട്ടിരിക്കുന്നത്. കാരണം എന്നെ ഇന്ന് കാണുന്ന രീതിയിൽ പറഞ്ഞു തുടങ്ങിയതുപോലെ തന്നെ ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് കാണുന്ന രീതിയിൽ ഞാൻ ഇവിടെ നിന്ന് 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഈ ശാഖായോഗത്തിലെ ഓരോ അംഗവും തന്നെയാണ്. അതിനുള്ള നന്ദി എന്നും ഹൃദയത്തിലുണ്ടാകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, പറഞ്ഞാൽ ഒടുങ്ങാത്തത്ര വാക്കുകളിലുള്ളിലുണ്ട്. അത്രയേറെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുദേവധർമ്മം വിജയിക്കട്ടെ.